കേരള ക്രിക്കറ്റ് ലീഗിൽ തകർത്തടിക്കുകയാണ് സഞ്ജു സാംസൺ. മധ്യനിരയിൽ ഇറങ്ങി പതറിയെങ്കിലും ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തിയത് മുതൽ സഞ്ജു തകർപ്പൻ ഫോമിലാണ്. ആലപ്പി റിപ്പിൾസിനെതിരെ അവസാനം നടന്ന മത്സരത്തിലും സഞ്ജു സാംസൺ അടിച്ചു തകർത്തത് ആരാധകരുടെ ആവേശം വാനോളം ഉയർത്തി. നിലയുറപ്പിച്ച ശേഷം ആലപ്പി ബോളർമാരെ കടന്നാക്രമിക്കുന്ന ശൈലിയാണ് സഞ്ജു പിന്തുടർന്നത്. 9 തവണയാണ് പന്ത് സഞ്ജു അതിർത്തിക്ക് മുകളിലൂടെ പറത്തിയത്. കളിയിലെ താരമായും സഞ്ജു തെരഞ്ഞെടുക്കപ്പെട്ടു. 41 പന്തിൽ 83 റൺസ് നേടിയ സഞ്ജു 2 ഫോറുകളും അടിച്ചെടുത്തിരുന്നു. മത്സരത്തിന്റെ 13-ാം ഓവറിൽ ആരാധകരുടെ ആവേശം ഇരട്ടിയാക്കി തുടർച്ചയായി 3 സിക്സുകളാണ് സഞ്ജു പറത്തിയത്. 177 എന്ന വിജയലക്ഷ്യം കൊച്ചി നേടിയെടുത്തത് സഞ്ജുവിന്റെ കരുത്തിൽ തന്നെയാണ്. ടീം വിജയിക്കുന്നതിന് മുമ്പേ സഞ്ജു പുറത്തായെങ്കിലും തകർപ്പൻ അടികളോടെ ജെറിൻ PS കൊച്ചി കടുവകൾക്ക് വിജയം നേടിക്കൊടുത്തു. ഓപ്പണിംഗ് റോളിൽ തുടർച്ചയായി കിടിലൻ ഇന്നിംഗ്സുകൾ കളിച്ച് സഞ്ജു ഇന്ത്യൻ T20 ടീമിന്റെ ഓപ്പണർ സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. ലോകോത്തര ബൗളർമാർക്കെതിരെ അല്ലെങ്കിൽ കൂടി സഞ്ജുവിന്റെ ഈ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും കാണണമെന്നാണ് ആരാധകർ പറയുന്നത്. 3 സൂപ്പർ താരങ്ങൾ തന്നെയാണ് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡിൽ ഓപ്പണർമാരായി ഉൾപ്പെട്ടിരിക്കുന്നത്. പിടിച്ചു വലിച്ച് പുറത്താക്കാൻ ശ്രമിച്ചാലും പ്രകടനം കൊണ്ട് ഓപ്പണിംഗ് റോളിൽ ഉറച്ചു നിൽക്കുന്ന അഭിഷേക് ശർമ്മ, ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇളമുറ തമ്പുരാൻ ശുഭ്മാൻ ഗിൽ, മലയാളികൾക്ക് സ്വപ്നതുല്യമായ ക്രിക്കറ്റ് നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സഞ്ജു സാംസൺ, ടെസ്റ്റ് ക്രിക്കറ്റിൽ പട്ടാഭിഷേകം പൂർത്തിയാക്കിയ ശുഭ്മാൻ ഗില്ലിനെ T20യിൽ ഉപനായകനായി ഇന്ത്യ എത്തിച്ചതോടെയാണ് ഓപ്പണിംഗ് റോൾ ഇത്രയധികം ചർച്ചയായത്. അഭിഷേകുമായി മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടുള്ള 3 സെഞ്ചുറികൾ നേടിയ സഞ്ജുവിനെ മാറ്റി ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യ ടീമിലെടുത്തതോടെയാണ് സഞ്ജുവിന്റെ കാര്യത്തിൽ സംശയങ്ങൾക്ക് തുടക്കമാകുന്നത്. എന്നാൽ ഓപ്പണിംഗിൽ താൻ ഏറെ കരുത്തനാണെന്ന് തെളിയിക്കാൻ സഞ്ജുവിന് ലഭിച്ച അവസരമായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസൺ. ആ അവസരം ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ സഞ്ജുവിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഈ പ്രകടനം അവഗണിച്ച് കളയില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ആലപ്പിക്കെതിരെ 3 വിക്കറ്റുകളുടെ ആവേശകരമായ വിജയമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയത്. മത്സരത്തിൽ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസാണ് ആലപ്പി റിപ്പിൾസ് നേടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 10 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഓപ്പണർമാരായ മുഹമ്മദ് അസ്ഹറുദ്ദീനും ജലജ് സാക്സേനയും നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് ആലപ്പിക്ക് താരതമ്യേന മികച്ച സ്കോർ സമ്മാനിച്ചത്. 42 പന്തിൽ ജലജ് 71 റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റൻ അസ്ഹറുദ്ദീൻ 43 പന്തിൽ 64 റൺസ് നേടി മികച്ച പിന്തുണ നൽകി. 2 സിക്സറുകൾ വീതമാണ് ഇരുവരും പറത്തിയത്. 24 റൺസ് എടുത്ത അഭിഷേക് P നായരാണ് മറ്റു പ്രധാന സ്കോറർ. മികച്ച തുടക്കം ലഭിച്ചെങ്കിലും മധ്യനിര പരാജയപ്പെട്ടതോടെ ആലപ്പിക്ക് 176 റൺസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കൊച്ചിക്ക് വേണ്ടി KM ആസിഫ് 3 വിക്കറ്റുകളും ജെറിൻ PS 2 വിക്കറ്റുകളും നേടി. മറുപടി ബാറ്റിംഗിൽ സഞ്ജു തകർത്തടിച്ചപ്പോൾ കൊച്ചിക്ക് കാര്യങ്ങൾ എളുപ്പമായി. 11 പന്തിൽ 23 റൺസാണ് മറ്റൊരു ഓപ്പണറായ വിനൂപ് മനോഹരൻ നേടിയത്. നിഖിൽ തോട്ടത്ത് 21 പന്തിലും അജീഷ് K 13 പന്തിലും 18 റൺസ് നേടി. പെട്ടെന്ന് വിക്കറ്റുകൾ നഷ്ടമായതോടെ കൊച്ചി ഒന്ന് പതറി. എന്നാൽ 13 പന്തിൽ 25 റൺസ് എടുത്ത ജെറിൻ PS കൊച്ചിയെ വിജയത്തിലേക്ക് നയിച്ചു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.